അപ്പൊ എവിടെ പോകണമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, വോട്ട് ചെയ്യാൻ. പക്ഷെ ആർക്കുണ്ട് വോട്ട്? ഉമ്മാക്ക് മാത്രം, ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനാണ് ഈ ഒരുങ്ങിക്കെട്ടി വോട്ട് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ, എൻ്റെ അനിയത്തി, ഉമ്മ എല്ലാവരും പോകുന്നുണ്ട്. എനിക്ക് ഏജ് ഉണ്ട്, ബട്ട് ID കാർഡ് ഇല്ല. എൻ്റെ അനിയത്തിക്ക് ടൈം ആയിട്ടില്ല, ഐ മീൻ ഏജ് ആയിട്ടില്ല. ഞങ്ങൾ ഓട്ടോ ഒക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങൾ പഴയ വീട്ടിന്റെ അവിടെയാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, എന്തിനാണ് ഈ കെട്ടി ഒരുങ്ങി പോണതെന്ന് വെച്ചാൽ, നമ്മൾ 15 കൊല്ലം താമസിച്ച വീടിന് തൊട്ടപ്പുറത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ ഉമ്മാക്ക് ഇപ്രാവശ്യം അവിടെയാണ് വോട്ടുള്ളത്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7 കൊല്ലം എങ്കിലും നമുക്കത് 15 കൊല്ലം നമ്മൾ ആ വീട്ടിൽ ഇരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതാണ് ആ വീട്. വീടല്ല, ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ സംഭവമാണ്. പക്ഷെ ഇപ്പൊ വല്ലാണ്ട് അത് മാറി. ആകെ മൊത്തം ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുമ്പോഴുള്ള ആ ഒരു ഇതേ അല്ല, ഒരു 7 ഇയേഴ്സ് കൊണ്ട് ഇത്രത്തോളം മാറാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പോയിട്ട് സത്യം പറഞ്ഞാൽ ഇമോഷണൽ ആയി, ആകെ ഒരുമാതിരിയായി കണ്ടിട്ട്. കാരണം നമ്മളവിടെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വീട് ടോട്ടൽ മാറി, മൊത്തത്തിൽ മാറി, ആകെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അമ്മ വോട്ട് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷെ എങ്കിലും എന്റെ മനസ്സിൽ തന്നെയായിരുന്നു, വീട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വീട് എല്ലാവരും ജസ്റ്റ് കോംപ്ലക്സ് അപ്പാർട്ട്മെന്റ് പോലെ, മെമ്മറീസ് ഒക്കെ അവിടെയാണ്. എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ അവിടെയായിരുന്നു. എന്റെ അനിയത്തി ജനിച്ചപ്പോൾ തൊട്ട് അവിടെയാണ്. സോ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വീടെത്തി ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചു വീഡിയോ അവസാനിപ്പിക്കുക. അപ്പൊ ഓക്കേടാ, പോയിട്ട് വരാം. എല്ലാവരും വോട്ട് ചെയ്തോ? സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ശരി, എന്നാ അത്രേ ഉള്ളൂ. പോയിട്ട് വരാം. ബൈ.